മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നതിന് 5 ദിവസം മുൻപേ തന്നെ 5 ദിവസം കൊണ്ട് തന്നെ മനുഷ്യന് ആവശ്യമുള്ള സകലതും ലോകത്തിൽ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ ആവശ്യമുള്ളത് നിർമ്മിച്ച ശേഷമാണ് 6-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയത്. മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ട്, നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, അതെല്ലാം ദൈവം നേരത്തെ കരുതുന്നു എന്നാണ് ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തരുന്ന ആലോചന. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത് അതാണ്. നമ്മൾ വിചാരപ്പെടുമ്പോൾ തന്നെ, വിചാരപ്പെടുന്നതിന് മുമ്പേ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുതുതായി സൃഷ്ടിക്കുന്നില്ല, അതിനു മുമ്പേ തന്നെ ദൈവത്തിനൊരു കരുതലുണ്ട്, ഒരു നിർണയമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ്. അവൻ നമുക്ക് വേണ്ടി നേരത്തെ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പരിശുദ്ധാത്മ പറയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീ കുലുങ്ങിപ്പോകാൻ അവൻ സമ്മതിക്കുകയില്ല. ഒരുപാട് ഭാരം വഹിച്ചുകൊണ്ട്, വേദനപ്പെട്ടുകൊണ്ട്, ഇറക്കി വെക്കാൻ ഇടമില്ലാതെ, ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ലാതെ, ഒരാശ്വാസ വാക്ക് പറയാനില്ലാതെ വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാരം എടുത്തു വെക്കുവാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. നിങ്ങളുടെ ഭാരം മാറ്റി സമാധാനവും ആശ്വാസവും സ്വസ്ഥയും തരുവാൻ കർത്താവ് വളരെ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് ആ സമാധാനം ഒഴുക്കി തരുവാനായി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 33-ാമത്തെ സങ്കീർത്തനത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും തന്നെ. ഹല്ലേലൂയ. കർത്താവിന്റെ ആലോചന അതാണ്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലിരിക്കുന്നു, അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലിരിക്കുന്നു. നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യമാണ്. ദൈവത്തിന്റെ വിടുതൽ എനിക്ക് വേണം, കർത്താവിനെ തൊഴണം, കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ദൈവം നമ്മളെ മറികടന്ന് പോവുകയില്ല. അവന്റെ ദൃഷ്ടി അവനെ കാത്തിരിക്കുന്നവരുടെ മേൽ ഇരിക്കുന്ന പറഞ്ഞത്. എന്തിനു വേണ്ടി? അവന്റെ പ്രാണനെ വിടുവിക്കുവാൻ, അവരുടെ ജീവനെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവന് വേണ്ടത് നൽകുവാൻ ശക്തനാണ്, ശരീരത്തിന് വേണ്ടത് നൽകുവാനും ദൈവം ശക്തനാണ്. നിങ്ങൾ ഏത് വിഷയത്തിലൊക്കെയാണ് ആകുലപ്പെടുന്നത്, ഭാരപ്പെടുന്നത്, വിഷമിക്കുന്നത്, ദൈവം അത് പരിഹരിക്കുവാൻ ദൈവത്തിന്റെ കരം ശക്തിയുള്ള കരമാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം മുൻപേ കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, മുൻപേ നമുക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിരിക്കുന്നു. മുമ്പേ എല്ലാം അവൻ കാണുന്നു. 139-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നമ്മുടെ ദൈവം, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ കാണുന്നതിന് മുമ്പേ ദൈവം നമ്മളെ കാണുന്നു. പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. സ്കാനിങ് മെഷീൻ ഒന്നും വന്നില്ല അന്നല്ല എന്നുണ്ടെങ്കിലും ആരൊക്കെ കാണുന്നതിന് മുമ്പേ നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നുണ്ട്. ഇരമ്യാവിനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ അത്രയും ദൈവം തന്നെ നോക്കി ബൈബിൾ കാണുമ്പം എത്രയോ മനുഷ്യരുടെ അവർ ജനിക്കുന്നതിന് മുമ്പേ, അവർ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ പേരും അവരായിരിക്കുന്ന സാഹചര്യം, അവരുടെ പദവിയും അവരുടെ ഉദ്ദേശങ്ങളും എല്ലാം ദൈവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പേരുടെ പേരുകൾ, 5-6 പേരുടെ പേരാ ബൈബിളില് ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവരായിരുന്നു, ദൈവം നേരത്തെ കണ്ടവരായിരുന്നു. അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവം നേരത്തെ കാണുന്നു. ഉദരത്തിൽ ഉരുവാകുമ്പോൾ, പിണ്ഡാകാരമായിരുന്നപ്പോൾ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. അത് നേരത്തെ ദൈവം എഴുതി വെക്കുകയാണ്. ദൈവം നമുക്ക് അവസരം തരുമ്പോൾ നമ്മൾ അതിലേക്ക് ചെല്ലുകയാണ്. നമ്മളെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം നേരത്തെ നമ്മെ കണ്ടതുകൊണ്ടും നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ടും അവന് വലിയ ആഗ്രഹങ്ങളുണ്ട്. പൗലോസ് പറയുന്നത്, എന്റെ ജനനത്തിങ്കിലേ ദൈവം എന്നെ വേർതിരിച്ചതാ. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറഞ്ഞു, ഗർഭപാത്രത്തിങ്കിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതലേ നീ എന്റെ ദൈവം. ഹല്ലേലൂയ. അതേവരെയുള്ളവർ ദൈവം കരുതും. നമ്മൾ ആകുലപ്പെടുന്ന വിഷയത്തിലൊക്കെ ദൈവത്തിന് ഒരു കരുതലുണ്ട്. കാരണം അത്രമാത്രം നേരത്തെ തന്നെ ദൈവം എല്ലാം കരുതി നമ്മളെ കണ്ട്
നമ്മളെ പരിപാലിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഒരു നാളും, അതുകൊണ്ട് നമ്മളെ ഒരിക്കലും അവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ പ്രാണനെ മരണത്തിന് വിടുവിക്കുവാൻ, നമ്മുടെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ദൈവം മുൻകൂട്ടി കണ്ടതുകൊണ്ട് നമ്മൾ ആകുലപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതം സമയത്ത് നടക്കും. ഈ യേശുവിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് തിബിരിയാസ് കടൽക്കരയിൽ ഒരുപാട് ജനങ്ങൾ കൂടിയിരിക്കുക. 2-3 ദിവസമായിട്ട് ആ ദൈവശബ്ദമൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് പോകാൻ മനസ്സില്ല. അവര് ഒടുവിൽ ആഹാരം ഇല്ലാതിരിക്കുന്ന സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി ഒരു കരുതുക. അപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ആഹാരം കൊടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ സംഭവം ഞാൻ പറയുന്നു. അപ്പോൾ അവിടെ ശിഷ്യന്മാർ അന്വേഷിക്കുക, ഇവർക്ക് കൊടുക്കാൻ അവരുടെ പണമില്ല, ആരുടെയും കയ്യിൽ അപ്പം ഉണ്ടോ അതും അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഒടുവിൽ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അവിടെ അന്ത്രയോസ് കണ്ടെത്തുകയാണ്. ഒടുവിൽ കർത്താവ് ചെയ്ത കാര്യം അവിടെ എഴുതിയിരിക്കുന്ന, നിങ്ങൾ തന്നെ ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞ സമയത്ത് യേശു അവിടെ പറഞ്ഞൊരു വചനമാണ്, താൻ എന്ത് ചെയ്യാൻ പോകുന്നു താൻ അറിഞ്ഞിരുന്നു. ആമേൻ. നിങ്ങൾ ഇന്ന് ആകുലപ്പെടുന്ന വിഷയത്തിൽ, നിങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നു അവൻ നേരത്തെ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം നന്മ ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. 12 കൊട്ട നിറച്ചെടുത്തോണ്ട് ശിഷ്യന്മാർ പോകുന്നു, എല്ലാം കർത്താവ് നേരത്തെ കണ്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ അവർക്ക് കൊടുക്കുവാൻ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന ഒത്തിരി വിടുതലുണ്ട്, ഒത്തിരി അത്ഭുതമുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷെ അത് നടക്കുമെന്ന് നമ്മളോട് ദൈവം പറയുന്നത് ദൈവം കാണുന്നുണ്ടാണ്. അപ്പൊ അത് പറയുമ്പോൾ നമ്മളത് ആമേൻ പറഞ്ഞാൽ പോരെ, നമ്മളതിന് ആമേൻ പറയണം. ഹല്ലേലൂയ. എന്ത് ചെയ്യാൻ പോകുന്നു എന്ന്. ഇപ്പൊ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ പോകും, അവർക്കെല്ലാം കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കത്തില്ല, നമ്മൾ വിശ്വസിക്കത്തുമില്ല. പക്ഷെ അവനറിയാം എന്താ സംഭവിക്കാൻ പോകുന്നു. ശിഷ്യന്മാരോട് വിശ്വസിക്കാൻ ഒന്നും അവിടെ പറഞ്ഞില്ല, അത് കൊണ്ടുവരും, അത് മതിയെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ കാര്യം ചെറിയൊരു കാര്യമാണ്, ജനത്തെ പന്തിയായി ഇരുത്താൻ പറഞ്ഞ കാര്യം. അതനുസരിച്ചു. ദൈവം നമ്മളോട് പറയുന്ന ചെറിയ കാര്യം ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അതിനകത്ത് അത്ഭുതം ചെയ്യും. ചിലരാണെങ്കിൽ ഒന്നിനും പിടികൊടുക്കുകയില്ല, പ്രാർത്ഥിച്ചാൽ മതി, വിടുതൽ വേണം, അത്ഭുതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പറയുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും പിടികൊടുക്കുവാനോ അനുസരിപ്പാനോ തയ്യാറല്ല. നിങ്ങൾ ദൈവം പറയുന്ന കേൾക്കൂ, കർത്താവിനോട് പറ്റി നിൽക്കൂ. അവനെന്നോട് പറ്റി നിൽക്കുകയാൽ, അവനെന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലുണ്ട്. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് അവൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ആമേൻ. പറ്റിയിരുന്നാൽ ദൈവം വിടുവിക്കും, ദൈവം കൈവിടത്തില്ല. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ ഓരോ പോരായ്മകളെയും പരിഹരിക്കാനായി ശ്രദ്ധിച്ചും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെ വരെ നോക്കും, പക്ഷേ രാത്രിയും പകലും ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു പിശാചും നിങ്ങളെ തൊടാതെ, ഒരനർത്ഥവും നിങ്ങളെ തൊടാതെ, ഒരു ബാധയും നിങ്ങളെ സ്പർശിക്കാതെ ദൈവം ഇതുവരെ നടത്തിയില്ലേ, ഇനി നടത്താൻ ശക്തരാ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. കുരുങ്ങിപ്പോകാൻ ദൈവം സമ്മതിക്കില്ല. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഏതെല്ലാം വിഷമസന്ധിയിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ ഞങ്ങൾ ഒന്നും അറിയുന്നു. ഞങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് ഭാരം ഇറക്കി വെക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം ഞങ്ങൾക്കൊണ്ട് മുൻപേ കണ്ടിട്ടുണ്ട്, അത് നടത്തി തരാൻ പോകുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ, അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം കരുതി വച്ചിരിക്കുന്ന ഒരു വിടുതൽ, അത്ഭുതകരമായൊരു വിടുതൽ അവർ വെളിപ്പെട്ട് വരട്ടെ. ഞങ്ങളുടെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് മക്കൾ കൂടെ അവിടുന്ന് ചെയ്യണം, അവിടെ അത്ഭുതങ്ങൾ ചെയ്യും ഞങ്ങൾ വിശ്വസിക്കുന്നു. വഴികൾ, പുതിയതായ വഴികൾ തുറക്കട്ടെ. ഇന്ന് ചില അത്ഭുതങ്ങൾ കാണട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്കൂടെ അത്ഭുതകരമായ വഴികളെ തുറക്കാൻ പോകുകയാണ്. ഇന്ന് നിങ്ങൾ ആ അത്ഭുതങ്ങൾ കാണും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ അറിയിക്കണം. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.